ഇപ്പോൾ റിലീസായ രേഖാചിത്രം എന്ന സിനിമയിൽ 80കളിൽ റിലീസായ കാതോടുകാരം എന്ന സിനിമയുമായി ഒരു ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു ഫിക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കാതോട് കാതോരം എന്ന സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് ആ സിനിമയിലേക്ക് ആഡ് ചെയ്ത് അത് ഇപ്പോൾ ഉണ്ടാക്കിയ സിനിമയിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ നിരവധി തവണ സൗത്ത് ഇന്ത്യൻ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നായിരുന്നു കമലഹാസൻ സംവിധാനം ചെയ്ത ഹെയർ. വർഷങ്ങൾക്ക് മുന്നേ പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് മലയാളത്തിൽ വന്ന സിനിമയായിരുന്നു നായിക എന്ന സിനിമ. എന്നാൽ അതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത സിനിമയായിരുന്നു. എന്നാൽ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്യാതെ അവിടേക്ക് ഫിക്ഷൻ ആഡ് ചെയ്ത് മറ്റൊരു രീതിയിലുള്ള ഫാന്റസി കലർന്ന പാരലൽ വേൾഡിൽ നടക്കുന്ന കഥയായിട്ടാണ് ചില സിനിമകൾ വരുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ റിലീസായ രേഖാചിത്രം. ഇതുപോലെ റിലീസായ മലയാളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും ചില സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് രേഖാചിത്രം എന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് പറയാൻ ശ്രമിക്കണേ. സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ലിസ്റ്റിലെ ആദ്യ സിനിമ ഹണി ബി 2.5 എന്ന സിനിമയായിരുന്നു. 2017 ലിജിമോൾ, അസ്കർ അലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷൈജു അന്തിക്കാടായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമ ഒരു വെറൈറ്റി അറ്റം തന്നെയായിരുന്നു മലയാള സിനിമയിൽ. അതായത് ഹണി ബി 2 ദ സെലിബ്രേഷൻസ് എന്ന ലാല് സംവിധാനം ചെയ്ത ആസിഫ് അലി സിനിമയുടെ ഇന്റർവെൽ സമയങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്തായിരുന്നു ഈ സിനിമ പ്രോസസ് ചെയ്തത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഹണി ബി 2 എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തി മറ്റൊരു പാരലൽ വേൾഡിൽ നടക്കുന്ന കഥ. അതായത് ഹണി ബി 2 എന്ന സിനിമയെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കുറെ ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. ഹണി ബി 2.5 എന്ന ഈ സിനിമയിൽ തന്നെ ഒരുപാട് ഹണി ബി സിനിമയിലെ താരങ്ങളും വന്നു പോകുന്നുണ്ട്. ആസിഫ് അലി, ഭാവന, ലാൽ തുടങ്ങി എല്ലാവരും ഈ സിനിമയിൽ നമുക്ക് കാണാം. അതായത് ശരിക്കും നമുക്ക് ചിന്തിച്ചു പോകും, ഹണി ബി 2 എന്ന സിനിമയുടെ വേസ്റ്റ് ഫുട്ടേജുകളെ മാത്രം എടുത്ത് ഒരു സിനിമ ചെയ്തതാണോ ഇത് എന്ന് പോലും. അത്രത്തോളം വളരെ വെൽ കണക്റ്റഡ് ആയിട്ടായിരുന്നു ഈ സിനിമയുടെ മേക്കിംഗ്. കാരണം ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥയല്ല, ഒരു സിനിമയിൽ നിന്നുണ്ടായ കഥയാണ്. ഹണി ബി 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയി വരുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അത് ഹണി ബി 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗിൽ നടക്കുന്ന ആക്ടേഴ്സുമായി ബന്ധിപ്പിക്കുന്നു. പിന്നീട് ഇവരെല്ലാവരും ചേർന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഇതായിരുന്നു ഈ സിനിമയുടെ കഥ. ശരിക്കും പറഞ്ഞാൽ ഇത് മലയാള സിനിമയുടെ തന്നെ വലിയൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഫെയിൽ ആയാണ് അന്ന് മാറിയത്. അടുത്ത സിനിമയാണ് പ്രേം നസീറിനെ കാണാനില്ല. ഇത് ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമയായിരുന്നു പ്രേം നസീറിനെ കാണാനില്ല. ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ പ്രേം നസീർ തന്നെയാണ്. എന്തായാലും ഈ സിനിമയുടെ കണ്ടന്റ് തന്നെ ഒരു വളരെ വെറൈറ്റി ആയിരുന്നു. അതായത് അന്നത്തെ കാലത്ത് വിന്റേജിലെ വൺ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്രേം നസീർ ആയിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രം. ഈ കഥാപാത്രം അതേ പ്രേം നസീർ എന്ന താരം തന്നെയാണ്. ഈ താരത്തിനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ആവശ്യത്തിന് വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നു. അനിയ, എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം പൂർത്തിയാകും. ഇതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആരെങ്കിലും ഒന്ന് പറയൂ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പ്രേം നസീർ എന്ന സൂപ്പർ സ്റ്റാറിനെ കണ്ടുപിടിക്കുന്നതും പിന്നീടുള്ള രസകരമായ സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ മുമ്പോട്ട് വെക്കൊണ്ടിരുന്നത്. മമ്മൂക്കയും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് നസീർ സാർ വന്നിട്ട് പഴയ കഥ തന്നെ വെച്ച് പടം തീർക്കാം. ആവശ്യമുള്ള ഡേറ്റ് ഞാൻ തരാം. എന്തായാലും ഈ സിനിമ അന്നത്തെ കാലത്ത് വളരെയധികം ട്രെൻഡിങ് ആയ ഒരു സിനിമയായിരുന്നു. അതായത് സൂപ്പർ സ്റ്റാർ ആയി നിൽക്കുന്ന ഒരു താരം ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. സിനിമയുടെ പേര് തന്നെ പ്രേം നസീറിനെ കാണാനില്ല എന്ന പേരിലായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ വൈറലായ ഒരു ടൈറ്റിലായിരുന്നു സിനിമയ്ക്ക് കൊടുത്തത്. എന്തായാലും ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിലെ വലിയൊരു വിജയമായി മാറിയ സിനിമയായിരുന്നു. ഈ സിനിമയുടെ ടൈറ്റിലിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. അതായത് പ്രേം നസീർ തന്നെ നായകനായ മറ്റൊരു സിനിമയായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല. ആ സിനിമയുടെ ടൈറ്റിലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ സിനിമയ്ക്ക് പ്രേം നസീറിനെ കാണാനില്ല എന്ന പേരിൽ മറ്റൊരു ടൈറ്റിൽ കൊടുത്തത്. അടുത്ത സിനിമയാണ് മാനത്തെ കൊട്ടാരം. 1994 സുനിൽ സംവിധാനം ചെയ്ത് ദിലീപ് പ്രധാന കഥാപാത്രമായ സിനിമയായിരുന്നു മാനത്തെ കൊട്ടാരം. ഖുശ്ബുവിനെ കാണുക മാത്രമല്ല ഈ നേരിട്ട് അഭിമുഖം നടത്തി പറയുമ്പോ ഖുശ്ബു അയാളോട്ട് വലിയ ക്ലോസ് ആയിരിക്കും അല്ലേ? ഈ സിനിമയിൽ ഖുശ്ബുവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഖുശ്ബു ആയി തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. എന്നാൽ ഖുശ്ബുവിന്റെ ജീവിതത്തിൽ നടക്കുന്ന ആൾട്ടർനേറ്റീവ് ആയ ഒരു സ്റ്റോറിയാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്. അതായത് ഖുശ്ബു എന്ന നായികയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പാരലൽ വേൾഡിലെ കഥ. ആഗ്രഹം സാധിച്ചെന്ന് കരുതി ഇനി വരാതിരിക്കരുത് കേട്ടോ. ഖുശ്ബു എന്ന നായികയ്ക്ക് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് തന്റെ ആരാധകരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ പറയാൻ സാധിക്കില്ല. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്.
എന്നാൽ ആ സംഭവങ്ങളിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇൻവോൾവ് ചെയ്യുകയും പിന്നീട് അവരുടെ ജീവിതം ഇതുമായി കണക്റ്റഡ് ആവുകയും ചെയ്യുന്നു. സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഖുഷ്ബു എന്ന നായികയോട് ഒരുപാട് ആരാധനയുള്ള ഒരു കഥാപാത്രമാണ്. ഇതുകൂടാതെ ഖുഷ്ബു എന്ന നായികയെ കാണാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളിലൂടെ അത് സാധിച്ചെടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെയും ഈ സിനിമയിൽ കാണാം. പിന്നീട് ഖുഷ്ബുവിന്റെ പ്രശ്നം ഇവരുടെയും പ്രശ്നമായി മാറുന്നു. അങ്ങനെ ഖുഷ്ബു എന്ന നായികയുടെ പ്രശ്നങ്ങൾ തീർക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ കാണിക്കുന്ന ഖുഷ്ബുവിന്റെ പ്രശ്നങ്ങൾ റിയൽ ആയ ഒരു കാര്യമായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ പാരലൽ വേൾഡിൽ നടക്കുന്ന ഒരു സ്റ്റോറി പോലെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും അന്നത്തെ കാലത്ത് വളരെ വെറൈറ്റി ആയ ഒരു അറ്റംപ്റ്റ് കൂടിയായിരുന്നു ഈ സിനിമ. അടുത്ത സിനിമയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. ജോഷി സംവിധാനം ചെയ്ത് 1990 മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ പ്രധാന കഥാപാത്രമായ സിനിമയായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിൽ. ആദ്യമായി ടോണി കുരിശിങ്കൽ. ആ കാലത്തെ വലിയ ഹിറ്റുകളിലൊന്നും കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമ നടക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു പാരലൽ വേൾഡിലാണ്. അതായത് മോഹൻലാൽ എന്ന കഥാപാത്രത്തിന്റെ പേര് ടോണി കുരിശിങ്കൽ എന്നും മമ്മൂക്കയുടെ കഥാപാത്രം യഥാർത്ഥ മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ കൂടിയായിരുന്നു. ഒരു ട്രെയിൻ യാത്രക്കിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നു. അവർ ഒരു മർഡർ കേസിൽ അകപ്പെടുന്നു. അവരെ രക്ഷിക്കാനായി സാക്ഷാൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഇറങ്ങിത്തിരിക്കുന്നതായിട്ടായിരുന്നു സിനിമയുടെ കഥ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് ഒരു ഇൻസ്പിറേഷൻ ചെയ്ത് ഒരു ഫിക്ഷൻ അതിലേക്ക് ആഡ് ചെയ്താണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നും നമ്മൾ കാണുമ്പോൾ ഒരു വണ്ടർ അടിച്ചു ഈ കഥ കണ്ടുപോകും. കാരണം സൂപ്പർ സ്റ്റാർ ആയ മമ്മൂക്ക എന്തിനാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തായാലും മമ്മൂക്കയുടെ വളരെ വെറൈറ്റി ആയ അറ്റംപ്റ്റ് കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമ ബോക്സ് ഓഫീസിലും വൻ വിജയമായതോടെ പിന്നീട് പല ഭാഷകളിലും ഈ സിനിമ റീമേക്ക് പോയി. ഈ സിനിമയിൽ മമ്മൂക്കയ്ക്ക് പുറമെ ത്യാഗരാജൻ എന്ന തമിഴ് നടനും ചെറിയ രീതിയിലൊരു ക്യാമിയോ റോള് ത്യാഗരാജനായി തന്നെ നടത്തുന്നു. അടുത്ത സിനിമയാണ് ജിഗർദണ്ഡ ഡബിൾ എക്സ്. 2023 കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് രാഘവേന്ദ്ര ലോറൻസ്, എസ് ജെ സൂര്യ എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു ജിഗർദണ്ഡ ഡബിൾ എക്സ്. ഈ സിനിമയിൽ ലോറൻസ് ചെയ്യുന്ന അലിയസ് സീസർ എന്ന കഥാപാത്രത്തിന് ഒരു ഫിക്ഷൻ ക്യാരക്ടറെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയിലെ നായകനായ ക്ലിന്റ് ഈസ്റ്റ്വുഡ്. ശരിക്കും പറഞ്ഞാൽ 90s കിഡ്സിന്റെ ഒക്കെ വളരെ റോൾ മോഡൽ ആയ ഒരു ഹോളിവുഡ് നടനാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ്. ക്ലിന്റ് ഈസ്റ്റ്വുഡ് എന്ന ഹോളിവുഡ് ആക്ടർ രാഘവേന്ദ്ര ലോറൻസിന്റെ കഥാപാത്രമായ അലിയസ് സീസറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതും പിന്നീട് അതുമായി റിലേറ്റ് ചെയ്ത് അലിയസ് സീസറിന്റെ ക്യാരക്ടറിന് തന്നെ ഇതേ ഗുഡ് ബാഡ് അഗ്ലിയിലെ നായകനായ ക്ലിന്റ് ഈസ്റ്റ്വുഡിനോട് അമിതമായ ആരാധന തോന്നുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ സിനിമ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിലുടനീളം അലിയസ് സീസർ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ആരാധകനാണെന്നും അദ്ദേഹത്തിന്റേതായ മാനറിസങ്ങൾ കാണിക്കുന്നുണ്ടെന്നും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫിക്ഷൻ ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരലൽ വേൾഡിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ ചെറിയ രീതിയിൽ മാത്രമേ ഇങ്ങനെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. സിനിമ പിന്നീട് മറ്റൊരു ട്രാക്കിൽ കയറി വേറൊരു സിനിമയാണ് കാണിക്കുന്നത്. എന്നാൽ പോലും പാരലൽ വേൾഡിൽ നടക്കുന്ന രീതിയിലാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ് അലിയസ് സീസറിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായും അലിയസ് സീസറിനോട് സംസാരിക്കുന്നതായും സിനിമയിൽ കാണിച്ചു പോകുന്നത്. അടുത്ത സിനിമയാണ് മായാവി. 2005 സൂര്യ, ജ്യോതിക തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി എത്തിയ തമിഴ് സിനിമയായിരുന്നു മായാവി. സിംഗംപുലി സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു കോമഡി എന്റർടൈനർ ആയിരുന്നു. ഈ സിനിമയിൽ ജ്യോതിക എന്ന നടിയുണ്ട്. എന്നാൽ ജ്യോതികയുടെ ഒരു ഫിക്ഷൻ ക്യാരക്ടർ ആയിരുന്നു ഈ സിനിമയിലുണ്ട്. അതായത് ജ്യോതിക എന്ന നായികയെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരാളായിരുന്നു സിനിമയിലെ നായകൻ. അതായത് നമ്മുടെ ഇമ്മിണി നല്ലൊരാൾ എന്ന സിനിമയിലൊക്കെ കാണുന്നത് പോലെ നായികയെ തട്ടിക്കൊണ്ട് പോകുന്ന നായകൻ. എന്നാൽ ഈ സിനിമയിലുള്ളത് യഥാർത്ഥ നടിയായ ജ്യോതിക തന്നെയാണ്. എന്നാൽ ഈ കഥയിൽ നടക്കുന്നത് ഒരു പാരലൽ വേൾഡ് ആയിരുന്നു. അതായത് ഒരിക്കലും ജ്യോതികയെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നതിനിടയിൽ അവിടെ വെച്ചായിരുന്നു ജ്യോതിക എന്ന നായികയെ ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നീട് ജ്യോതികയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും അങ്ങനെ നടക്കുന്ന കുറെ കോമഡി സീനുകളുമായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിലെ അന്ന് വലിയ ഡിസാസ്റ്റർ ആയി മാറിയ സിനിമയായിരുന്നു. സിനിമയിലെ ഗാനങ്ങൾ മാത്രമാണ് അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. ഇതേപോലെ മറ്റു പല സിനിമകളിലും ഫിക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവയിൽ ഒന്ന് തന്നെയാണ് പരുന്ത് എന്ന സിനിമയിലെ ക്യാരക്ടറിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വൺ വേ ടിക്കറ്റ് എന്ന സിനിമയിൽ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ പരുന്ത് എന്ന സിനിമയിൽ ഇല്ലാത്ത ഒരു സീനാണ് വൺ വേ ടിക്കറ്റ് എന്ന സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഷൂട്ട് ചെയ്ത് കാണിച്ചത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം, മാനത്തെ കൊട്ടാരത്തിലെ ഖുഷ്ബു എന്ന നടിയും നമ്പർ 20 മദ്രാസ് മെയിലിലെ മമ്മൂക്ക എന്ന ക്യാരക്ടറും അവർ രണ്ടാളും മാത്രമല്ല, ഇതൊക്കെ എങ്ങനെ പാരലൽ വേൾഡ് ആവുന്നു? അതിന് വ്യക്തമായ ഒരു കാര്യം എന്നാൽ ഖുഷ്ബു എന്ന നായികയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി അതൊരു പാരലൽ വേൾഡ്
വേൾഡിലാണ് നടക്കുന്നത്. ഖുശ്ബു എന്ന നടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ബേസ് ചെയ്താണ് മാനത്തെ കൊട്ടാരം എന്ന സിനിമ പോകുന്നത്. എന്നാൽ ഇത് എങ്ങനെ പാരലലാകും എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ അതേപോലെ തന്നെ നടന്ന മറ്റൊരു സിനിമ കൂടി മലയാളത്തിലുണ്ട്. അതായിരുന്നു ശ്രീകൃഷ്ണമൂർത്തി നക്ഷത്രത്തിളക്കം എന്ന സിനിമ. ഈ രണ്ട് സിനിമകളിലും മെയിൻ ഹീറോയിനായി ഓരോ സൗത്ത് ഇന്ത്യൻ നടിമാർ വരുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടാളുടെ ജീവിതങ്ങളിലും പല ഇഷ്യൂസ് ഉണ്ടാവുകയും ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് സിനിമയുടെ കഥ. എന്നാൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന സിനിമയിലുള്ളത് യമുന റാണി എന്നൊരു ഫിക്ഷൻ ക്യാരക്ടർ. എന്നാൽ ആ ക്യാരക്ടർ ചെയ്തത് നഗ്മ എന്ന നായിക. എന്നാൽ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ ഖുശ്ബു എന്ന നടി ഖുശ്ബുവായി തന്നെയാണ് അഭിനയിച്ചത്. അതുകൊണ്ട് ഇതൊരു പാരലൽ വേൾഡിൽ നടക്കുന്ന കഥയായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഖുശ്ബുവിന് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിലുള്ളത് മമ്മൂക്കയുടെ ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ പോലെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അത് കഥയുടെ മികവാണോ എന്ന് നമ്മൾ സംശയിച്ചു പോവാം. എന്നാൽ ഇതേപോലെ തന്നെ നടന്ന മറ്റൊരു കാര്യമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ കാണിക്കുന്ന നിതിൻ പോളി എന്ന ക്യാരക്ടർ. അതായത് നിവിൻ പോളിയുടെ ഒരു സ്പൂഫ് വെർഷൻ പോലെയാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ അവിടെ കറക്റ്റായ നിവിൻ പോളിയെ യൂസ് ചെയ്യാതെ ഒരു ഫിക്ഷൻ ക്യാരക്ടറിനെ യൂസ് ചെയ്തു. എന്നാൽ അങ്ങനെ ചെയ്യാതെ സാക്ഷാൽ മമ്മൂക്കയെ തന്നെ കാണിച്ചാണ് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമ എടുത്തത്. അതുകൊണ്ട് തന്നെ അതൊരു പാരലായി തന്നെ നമുക്ക് പറയാം. പാരലൽ വേൾഡിൽ നടന്ന അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പറഞ്ഞ സൗത്ത് ഇന്ത്യൻ സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.